Hi, I'm Architect Shakir, Chief Architect and Managing Director at Oak Architects and Interiors. ഒരു ഓപ്പൺ പ്ലാൻ കോൺസെപ്റ്റിലായിരുന്നു ഓൾറെഡി ആ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ വേർട്ടിക്കലായിട്ട് നിൽക്കുന്ന ആ ഒരു 4 കോളംസാണ് ആദ്യമേ നമുക്ക് സ്ട്രൈക്ക് ആവുന്നത്. അത് മാത്രമല്ല നമുക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസസും ഉണ്ട്. സോ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ അകത്തൊരു ഗ്രാൻഡ്നെസ് കൊണ്ടുവരാനായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കോളംസിലൊക്കെ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എന്ന എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാൻഡ് ഫീലിങ്ങും ഒരു വെർട്ടിക്കാലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമോഷനാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയത്. അതേ എലമെൻറ്റ് തന്നെ നമ്മുടെ ഫോമൽ ലിവിങ്ങിലെ വാളിലാണെങ്കിലും നമ്മുടെ സ്റ്റെയറിൻ്റെ ബാക്ക് വാളിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വാളിലാണെങ്കിലും എല്ലാം നമുക്കിത് കാണാം. പിന്നെ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിച്ച് തന്നെ ഈവൻ ചെറിയ ചെറിയ ഡീറ്റെയിലിൽ പോലും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ വാർഡ്രോബ്സിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലാണെങ്കിലും ഡൈനിങ് ചെയറിൽ പോലും ഈ ഒരു വെർട്ടിക്കൽ ലൈൻ എന്നുള്ളൊരു എലമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ്ലി കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ ക്ലൈൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻസിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു, ദേ നീഡ് എ കാം ആൻഡ് റിലാക്സിങ് സ്പേസ് ഇൻസൈഡ് ദെയർ ഹോം. വളരെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പുറത്തെ ടെൻഷൻസോ അതല്ലെങ്കിൽ സ്ട്രെസ്സൊന്നും അനുഭവപ്പെടാതെ വീട്ടിൽ ഭയങ്കര സമാധാനപരമായിട്ട് ഇരിക്കേണ്ട സ്പേസുകളാണ് അവർക്ക് വേണ്ടതെന്ന്. സോ ആസ് എ ടീം ഇൻക്ലൂഡിങ് ദ ആർക്കിടെക്റ്റ്, നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഞങ്ങൾ ടീമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തു. Then finally we thought of using the psychology of color and we arrived at a color palette with different shades of green. നമ്മൾ ആ ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ മാസ്റ്റർ ബെഡ്റൂം വളരെ ലൈറ്റർ ആയിട്ടുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ആ ഒരു കോളംസും ഫോമൽ ലിവിങ്ങിൻ്റെ ഏരിയയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കറായി. ദെൻ കമ്മിങ് ടു ദ കോർട്ട്യാർഡ് ഏരിയ, കോർട്ട്യാർഡിൻ്റെ ആ ഒരു ടെക്സ്റ്റേർഡ് വാളൊക്കെ അതിലും കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ദെൻ ഫാമിലി ലിവിങ്ങിൻ്റെ ഫ്ലോർ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡിലുള്ളൊരു ടൈലാണ് അവിടെ വന്നിട്ടുള്ളത്. വാഷ് ഏരിയയും ആ ഒരു കൺസോൾ ടേബിളൊക്കെ വരുന്നത് എഗെയിൻ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള ഗ്രീനാണ്. അറ്റ് ദ എൻഡ് വർക്ക് ഏരിയ, ലൈബ്രറി ഏരിയയിലൊക്കെ നമ്മൾക്ക് ഫോറസ്റ്റ് ഗ്രീനിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡ്സ്. വെൻ കമ്മിങ് ടു ദ ബെഡ്റൂംസ് നമ്മൾ ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനാണ് അവിടെ ശ്രമിച്ചത്. റാദർ ദാൻ ഗോയിങ് വിത്ത് ദ സെയിം ഗ്രീൻ ഷെയ്ഡ്സ്. നമ്മൾ മോളുടെ റൂമിൽ അവിടെ ഒരു പിങ്ക് പേസ്റ്റൽ ഷെയ്ഡിലാണ് കൂടുതൽ ഡിസൈനുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. മോൻ്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് അതൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് മാറി. ഈ ബെഡ്റൂംസിലൊക്കെ നമ്മൾ കൂടുതൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വൽ കളറ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ചിലപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക, അത് സൈക്കോളജിക്കലി ഒരു ബ്ലഡ് പ്രഷർ കൂട്ടാനും നമ്മളുടെ ആ ഒരു മെൻ്റൽ റിലാക്സേഷനെ ബാധിക്കാനും സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡിലേക്കൊക്കെ ഈ ബെഡ്റൂംസിൻ്റെ അകത്ത് പോയത്. ബിക്കോസ് ബെഡ്റൂം ഈസ് എ സ്പേസ് വെർ വി ഓൾവേസ് റിലാക്സ് ഓർ ലൈക്ക് നമ്മൾ എന്താ പറയുക റെസ്റ്റ് എടുക്കാൻ പോകുന്നൊരു സ്പേസാണ്. സോ ആ ഒരു സൈക്കോളജി വെച്ചിട്ട് തന്നെ നമ്മൾ കോഫി ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ദ ഗസ്റ്റ് ബെഡ്റൂം. ദെൻ കമ്മിങ് ടു ദ പാരൻസ് ബെഡ്റൂം, കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഭയങ്കര എന്താ പറയുക പ്രൈമറി കളേഴ്സ് ചിലപ്പോൾ അവർക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കും. അവരുടെയൊക്കെ ഐസിന് നമുക്കൊന്നും കൂടെ സൂത്തിങ് ആയിട്ടുള്ള കളേഴ്സാണ് പോകേണ്ടത്. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ടുള്ള ഗ്രേ ആണ് അവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇൻ എവറി ആസ്പെക്ട്സ് നമ്മൾ ഈ ഒരു സൈക്കോളജി ഓഫ് കളേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ ഒരു വീടിൻ്റെ അകത്ത് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്.
മൊത്തത്തിൽ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാൻ കോൺസെപ്റ്റ് ആണ്. പക്ഷേ ഓപ്പൺ പ്ലാൻ കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഓരോ സ്പേസിനും അതിൻ്റേതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോറിംഗ് ലേഔട്ടിലൂടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ടൈലാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലേക്ക് വരുമ്പോൾ അതൊരു ഗ്രീൻ ടൈലായിട്ട് മാറും. ആൻഡ് എഗെയിൻ ദ പാസേജസ് ഒക്കെ നമുക്ക് വരുന്നത് ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ്. അനുഗ്രഹം എന്ന ഈ ഒരു വീട്ടിലെ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഓരോ സ്പേസ് യൂസ് ചെയ്യുമ്പോഴും അവിടെ എല്ലാം ഒരു കളറിൻ്റെ ഇമ്പാക്റ്റ് കാരണം ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. സോ ഓരോ സ്പേസ് യൂസ് ചെയ്യുമ്പോഴും യുണീക്കായിട്ടുള്ള ഓരോ ഇമോഷൻസ് അവർക്ക് കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്.